പാകിസ്ഥാനിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചല്ല, പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചല്ല, പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. പാകിസ്ഥാനുമേ ലാഹോറിലായാലും റാവൽപിണ്ടിയിലായാലും കറാച്ചിയിലായാലും ഇസ്ലാമാബാദിലായാലും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലായാലും ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് ഭീകരർ ഒളിച്ചിരുന്ന ഭീകര തലവന്മാർ ആ സൈനിക നേതൃത്വങ്ങൾക്ക് ഓപ്പറേഷന് അവർ വിശേഷിപ്പിക്കുന്നത് പോലെ, പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് മുന്നൊരുക്കം നൽകുന്ന ഭീകരർ ഒളിഞ്ഞു നിൽക്കുന്ന താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ മിസൈൽ വർഷം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബ്ലൂ പ്രിന്റ് ഓപ്പറേഷനിലൂടെ അല്ലാതെ പെട്ടെന്നുള്ള ഏതെങ്കിലും പ്രകോപനത്തിൻ്റെ പുറത്തല്ല ഇത്തരത്തിലുള്ള മിസൈൽ വർഷങ്ങളോ ആയാലും ഡ്രോൺ ഉപയോഗമായാലും ബോംബ് വർഷമായാലും നടക്കുന്നത്. കൃത്യമായി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ഡ്രോണിനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. 3 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെത് നമ്മൾ വെടിവെച്ചിട്ടതാണ്, ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടതാണ്. 2 പാകിസ്ഥാൻ പൈലറ്റുമാരെ ജീവനോടുകൂടി തന്നെ പിടികൂടാൻ ഇന്ത്യൻ സൈന്യത്തിനായി എന്ന് പറയുന്നത് അത് കൃത്യമായി തന്നെയുള്ള ബ്ലൂ പ്രിന്റ് ഓപ്പറേഷനാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യൻ സൈന്യം. അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് എന്നുള്ള കൃത്യമായ ധാരണയിൽ തന്നെയാണ് ഇന്ത്യ നൽകുന്ന എല്ലാ തിരിച്ചടികളും. പക്ഷേ ഈ നിയന്ത്രണങ്ങളോ ഈ ധാരണകളോ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴും ഉറിയിലാവട്ടെ, രജൌരിയിലാവട്ടെ, പൂഞ്ചിലാവട്ടെ, ചൗക്കിബാലാവട്ടെ അത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങൾ ഇന്ത്യയുമായി പങ്കിടുന്ന പാകിസ്ഥാൻ പഞ്ചാബിലായാലും പാക് അധിനിവേശ കശ്മീരിലായാലും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അവരെ പാനിക്കാക്കുന്ന രീതിയിൽ മണിക്കൂറുകളോളം സൈറൺ മുഴക്കിയാണ് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു തിരിച്ചടിയിലേക്കാണ് ഇന്ത്യക്ക് കടക്കേണ്ടി വന്നത്. ആ ഒരു സമയത്താണ് അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വരുമ്പോഴാണ് ഇപ്പോഴും അതേ അതിർത്തികൾ ശാന്തമല്ല, ഗ്രാമപ്രദേശങ്ങൾ ശാന്തമല്ല, ഉറങ്ങാൻ കഴിയാത്ത മണിക്കൂറുകളാണ് ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ മനുഷ്യന്മാർക്ക് കടന്നു പോകുന്നത്. നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പോലും ഉണർന്നിരിക്കുന്ന കുറേ മനുഷ്യന്മാർ, നമുക്ക് കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സേനയുണ്ട്, അവർ ഉണ്ട് എന്ന സുരക്ഷയിൽ ഉറങ്ങുന്ന സമാധാനത്തിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴും ജമ്മു കാശ്മീർ അതിർത്തി പ്രദേശങ്ങളിലുണ്ട്. സേനയിൽ മാത്രമാണ് അവരുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. സുരക്ഷയ്ക്കായി ഇന്ത്യൻ സേനയുണ്ട് എന്ന ആശ്വാസത്തിൽ മാത്രം കഴിയുന്ന ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ്. ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മൂവർണ്ണ കൊടിയിൽ മാത്രം വിശ്വസിച്ച് കഴിയുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരുടെ തലയിലേക്ക്, നെഞ്ചിലേക്ക്, ജീവിതത്തിലേക്കാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണവും മിസൈൽ വർഷവും നടക്കുന്നത്. ഇപ്പോഴും പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായുള്ള വിശദാംശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രകോപനം, നിയന്ത്രണ രേഖ ലംഘിച്ചുകൊണ്ട്, അതിർത്തി രേഖ ലംഘിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പറന്നു വന്നപ്പോഴാണ് ഇന്നലെ അത് വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടായത്. 2 പാകിസ്ഥാൻ പൈലറ്റുമാരെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിയന്ത്രണ രേഖ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ പ്രകോപനത്തിൻ്റെ പുറത്താണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്നു. എല്ലാവിധ സമാധാന രേഖയും ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ. ഈ കടന്നാക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത്, കാരണം ഇന്ത്യക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കേണ്ടത്, തളർന്നു പോകരുത്, പിടിച്ചു നിർത്താൻ ഞങ്ങളുണ്ട്, സുരക്ഷയ്ക്കായി നിങ്ങളെ കാക്കാൻ ഞങ്ങളുണ്ട് എന്ന ഉത്തരവാദിത്തം ഇന്ത്യൻ സൈന്യം കാണിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ തിരിച്ചടിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും. പാകിസ്ഥാനിലെ ഏതെങ്കിലും സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചല്ല. കഴിഞ്ഞ ദിവസം ഒക്കെ പ്രകോപനപരമായി സംസാരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ജീവനം കൊണ്ട് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി റോഡ് മാർഗം ജമ്മുവിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഒമർ അബ്ദുള്ള റോഡ് മാർഗം ജമ്മുവിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആ ഒരു ഘട്ടം. മറിച്ച് പാകിസ്ഥാനാകട്ടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ജീവനം കൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് പാകിസ്ഥാൻ സേന. അപ്പോൾ ആ രീതിയിൽ സൈന്യത്തിൻ്റെ പിന്തുണയോട് കൂടി അല്ലാതെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യം പാകിസ്ഥാനിലുണ്ട്. അതേസമയം ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി റോഡ് മാർഗം സഞ്ചരിച്ച് ജമ്മുവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്രയും സുരക്ഷ ഇന്ത്യൻ മണ്ണിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. സ്വാതി.
തീർച്ചയായും വിനിഷ, കഴിഞ്ഞ മണിക്കൂറുകളിൽ നടക്കുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിനെ സംരക്ഷിക്കുവാൻ വേണ്ടി വലിയ ശക്തമായിട്ടുള്ള ജാഗ്രതയിലേക്ക് സൈന്യം പോകുന്നു. കാരണം കഴിഞ്ഞ തവണ ഈ പ്രധാനമന്ത്രിയും അതോടൊപ്പം ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഈ വാർത്താ സമ്മേളനങ്ങളും മറ്റ് അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, ഈ സൈന്യത്തിന് പൂർണ്ണമായ അധികാരം ഇതിന് നൽകിയിട്ടുണ്ട്, പൂർണ്ണമായ അധികാരം നൽകി ജനങ്ങളെ ഈ മണ്ണിൽ ജനങ്ങളെ രക്ഷിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും സൈന്യത്തിന് സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ അത്തരത്തിൽ സംയുക്ത സേന നടത്തുന്നത് വലിയ ത്യാഗം തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രകോപനങ്ങൾ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നീണ്ടു നിൽക്കുന്ന പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടികൾ, ആ ഡ്രോൺ അടക്കം നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടത് തന്നെയാണ്. സൈന്യം ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നതിൻ്റെ ഫലമായാണ് ഓരോ ജീവനുകളും നഷ്ടപ്പെടാതെ അത്രയും ജാഗ്രതയോടെയാണ് സൈന്യം ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൂഞ്ചിലൊക്കെയും ഇപ്പം നേരത്തെ വിനിഷ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഉറിയിലുണ്ടായ ആക്രമണത്തിലാണ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നത്. 2 പാകിസ്ഥാൻ പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ്. ജയ്സാൽമീറിൽ നിന്നും ജമ്മുവിൽ നിന്നുമാണ് കസ്റ്റഡിയിലായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലുള്ള ഒരു മുഖ്യമന്ത്രി റോഡ് ഗതാഗതം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും യാത്ര ചെയ്യുന്നു. അത്തരത്തിൽ സൈന്യം നൽകിയിട്ടുള്ളൊരു ജാഗ്രതയും സൈന്യം സ്വീകരിച്ചിട്ടുള്ള നടപടികളും വളരെ സുസജ്ജമായിക്കൊണ്ട് എന്ത് തരത്തിലുള്ള അടികൾ ഉണ്ടായാലും തിരിച്ചടികൾ ഉണ്ടായാലും അതിന് മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഔദ്യോഗികമായി തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ നടത്തിയതാണ്. എന്നാൽ ഒരു പ്രകോപനവും ഇല്ലെങ്കിൽ ഇന്ത്യ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ തയ്യാറാകില്ല. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, സാധാരണപ്പെട്ട ജനങ്ങളെ ആക്രമിക്കില്ല. ഇങ്ങോട്ടേക്ക് ആക്രമണം എപ്പോൾ തുടുത്തുവിടുന്നോ അതിനെ എതിർക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത ജാഗ്രതയുമായി കനത്ത സംരക്ഷണം ഒരുക്കുന്നു. ജനങ്ങൾക്ക് കനത്ത സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ജാഗ്രതയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി ദില്ലിയിലടക്കം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളേക്ക് ദില്ലി അടക്കം മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇന്ത്യ ഗേറ്റിൽ നിന്നും ആളുകളെയൊക്കെയും ഒഴിപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരാളും ഈ ഇന്ത്യ ഗേറ്റിന് സമീപത്തേക്ക് വരേണ്ടതില്ല, ഈ ഇന്ത്യ ഗേറ്റ് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം, നിങ്ങൾക്ക് സമയം ചിലവഴിക്കാം, പക്ഷേ അതിനുള്ള ഘട്ടം ഇപ്പോഴല്ല, എല്ലാവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുകയാണ്. അതോടൊപ്പം അർദ്ധസൈനിക വിഭാഗം അവരെടുത്തിട്ടുള്ള അവധികളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ആ അവധികളൊക്കെയും പിൻവലിച്ചുകൊണ്ട് തിരിച്ച് ജോലിക്ക് കയറാൻ നിർബന്ധിതരാകേണ്ടി വരുന്നു. പോലീസിൻ്റെ അവധികളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് അവർ കൂടുതൽ സേനകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള പൂർണ്ണമായ നീക്കം, ഏത് തരത്തിലുള്ള ആക്രമണം എപ്പോഴുണ്ടായാലും അതിനെ തിരിച്ചടിക്കുവാൻ പൂർണ്ണമായും സജ്ജമാക്കിക്കൊണ്ടുള്ള കൃത്യമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. പഞ്ചാബിൽ വെടിവെപ്പ് നിരന്തരമായി ഉണ്ടാകുന്നു, അമൃത്സറിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു, സിഖ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു, ഡ്രോൺ ആക്രമണങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു തുടർക്കഥയായി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. ബ്ലാക്ക് ഔട്ടിലേക്ക് വിവിധ സംസ്ഥാനങ്ങൾ പോകുന്നു. ജമ്മു കാശ്മീർ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു. വൈദ്യുതി എല്ലാം വിച്ഛേദിച്ചുകൊണ്ടുള്ള കനത്ത ജാഗ്രതയിലേക്ക് സംസ്ഥാനങ്ങൾ പോകുന്നു. എന്തായാലും വളരെ സംഘർഷഭരിതമായി ഈ രാജ്യം കടന്നു പോകുന്ന സാഹചര്യമാണ്. അതിർത്തി മേഖലകളിൽ കൂടുതൽ സൈനിക വിന്യാസം നടത്തുന്നു. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ ഇന്ത്യ എടുത്തിട്ടുണ്ടോ, ഏത് തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെയും വിശദീകരണമായിരിക്കും ഏകദേശം 10 മണിയോടുകൂടി വിദേശകാര്യ മന്ത്രാലയം സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 2 തവണയൊക്കെ ദിവസം വാർത്താ സമ്മേളനം നടത്തേണ്ട ഘട്ടത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിട്ടുണ്ട്. കൃത്യമായി വിവരങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുക, വളരെ ആശങ്കയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ആ ഘട്ടത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന നടപടിക്രമങ്ങൾ, സൈന്യത്തെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെയും ജനങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും ഉത്തരവാദിത്വം എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം 10 മണിയോടുകൂടി ചേരുന്നത്. അതിലും കൃത്യമായ നടപടിക്രമങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് ഏത് തരത്തിലാണ് എന്നൊക്കെ സൈന്യവും സൈനിക മേധാവികളും പ്രതിരോധ മന്ത്രാലയവും ഒക്കെയും വിശദീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പോലും
പാകിസ്ഥാന് വലിയ തരത്തിലുള്ള കനത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നൽകിയിട്ടുള്ളത് കൃത്യമായ മറുപടിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും പാകിസ്ഥാൻ ഇതിൽ നിന്നും പിന്നോട്ട് മാറാൻ, അല്ലെങ്കിൽ ഈ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് മാറാൻ പാകിസ്ഥാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ ഈ സംഘർഷത്തിന് ഒരു അയവ് വരൂ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയുവാൻ വേണ്ടി കഴിയുന്നത്. അതല്ലാതെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രകോപനവും അങ്ങോട്ടേക്ക് ഉണ്ടാകില്ല. ഇസ്ലാമാബാദിൽ അടക്കം ആക്രമണം നടത്തണമെങ്കിൽ, പ്രധാനമന്ത്രിയുടെ വീടിന് 20 കിലോമീറ്റർ സമീപത്തേക്ക് ഇന്ത്യ ആക്രമണം നടത്തണമെങ്കിൽ ഏത് ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ആക്രമണങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകാതെ മറ്റു രാജ്യങ്ങളടക്കം ഇപ്പോൾ അത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ UN അടക്കം ഈ വിഷയത്തിൽ വീണ്ടും ഇടപെടുന്നു. ഓരോ നിമിഷവും ഇവിടുത്തെ സ്ഥിതിഗതികൾ UN ഇരു രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു. നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ ഒരു നയതന്ത്ര ചർച്ചകളൊക്കെയും നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് വീണ്ടും ഈ രാജ്യം പോകണമെങ്കിൽ പാകിസ്ഥാൻ കൃത്യമായ നിലപാട്, കൃത്യമായ ഈ പ്രകോപനപരമായിട്ടുള്ള ആക്രമണങ്ങൾ നിർത്തിയേ മതിയാകൂ എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളടക്കം ആവശ്യപ്പെടുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ പൂഞ്ചിലും മുറിയിലുമൊക്കെ ശക്തമായ ഷെല്ലാക്രമണത്തിന് പിന്നാലെ കനത്ത ജാഗ്രതയിലേക്കും കടുത്ത സൈനിക വിന്യാസത്തിലേക്കും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 മണിയോടെ ഇത് സംബന്ധിച്ച മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ഒക്കെയും വിലയിരുത്തപ്പെടും. അത് ഏത് തരത്തിലാണ് എന്നുള്ളത് കൃത്യമായും വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനിഷ.